ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണ് എന്ന ചോദ്യത്തിന് ഉത്തരം, നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. രണ്ട് തരത്തിൽ ഏത് കാര്യത്തിനും രണ്ടഭിപ്രായത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സാക്ഷിയോട് മല്ലിടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വഴങ്ങി മനസ്സാക്ഷി ചില കാര്യങ്ങൾ സമ്മതിക്കാറുണ്ട്. എന്നാൽ മനസ്സാക്ഷിയെ മുകളിൽ വെക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ട് മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉയരത്തിലേക്കും നന്മയിലേക്കും നമുക്കെത്താൻ സാധിക്കുക. നമ്മൾ ഓരോരുത്തരും അന്യോന്യ വിരുദ്ധങ്ങളായ രണ്ട് സ്വഭാവങ്ങൾ നമ്മിൽ കാണാൻ സാധിക്കും. ഒന്ന് മേൽപോട്ട് ഉയരുവാനുള്ള ആഗ്രഹം, മറ്റേത് കീഴ്പോട്ട് പോകുവാനുള്ള വാസന. ഒന്ന് ധാർമ്മിക ബോധം നമ്മിൽ ഉണർത്തും, മറ്റേത് മൃഗീയ വികാരം നമ്മിലുണ്ടാക്കുന്നു. ഒന്ന് നീതിക്കും ന്യായത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമ്മോട് അഭ്യർത്ഥിക്കുന്നു, മറ്റേത് അല്പസുഖവും സ്വാർത്ഥ ലാഭവും നേടുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒന്ന് നന്മയാണ്, ഒന്ന് തിന്മയാണ്, ഒന്ന് വെളിച്ചമാണ്, ഒന്ന് ഇരുട്ടാണ്, ഒന്ന് രാത്രിയാണ്, ഒന്ന് പകലാണ്. ഇത് നമ്മിൽ ഓരോരുത്തരിലും കാണുന്ന സ്വഭാവമാണ്. നികൃഷ്ടനായ ഒരു മനുഷ്യൻ ചിലപ്പോൾ ഉത്കൃഷ്ടമായ വികാരങ്ങൾ ഉദിക്കുന്നത് കാണാം. ശ്രേഷ്ഠനായ ഒരുവനിൽ ചിലപ്പോൾ ഹീനവികാരങ്ങൾ കടന്നുകൂടുന്നതായും കാണാം. ഒന്നിനെ വളർത്തുക, മറ്റേതിനെ എതിർക്കുക. ഒന്നിനെ സ്വാഗതം ചെയ്യുക, മറ്റേതിനെ ബഹിഷ്കരിക്കുക. ചിന്തയും ഉദ്ദേശവും സ്വഭാവവും ഒരുപോലെ ഉയർത്തുവാൻ ശ്രമിക്കുക. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എത്ര ഉത്കൃഷ്ടമായ നിലയിൽ ജീവിക്കുവാൻ കഴിയുമോ അത്രയും ഉത്കൃഷ്ടമായ നിലയിൽ ജീവിക്കുവാൻ ശ്രമിക്കുവിൻ എന്ന് മഹാകവി ലോങ്ഫെല്ലോ ഒരധ്യാപകനായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞത് ശ്രദ്ധേയമായ ഉപദേശമാണ്. യഥാർത്ഥത്തിൽ ഒരാൾ ഉന്നതിയിൽ ജീവിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ അല്ലെങ്കിൽ മാന്യൻ, ആദരവ് നേടിയെടുക്കുന്നവൻ ഭയഭക്തി ഉള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെ ഒരു ദിവസം കഴിച്ചു കൂട്ടണമെന്ന വിചാരത്തോടു കൂടിയല്ല ഓരോ ദിവസവും പ്രഭാതമാകുമ്പോൾ പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ടത്. ജീവിതം ഗൗരവമേറിയ ഒരു ബാധ്യതയായി കരുതണം. ഒരു കാലത്ത് പ്രാതൽ കഴിഞ്ഞ് ജോലിക്ക് പുറപ്പെടുന്ന അവസരത്തിൽ ജീവിതയാത്രയിലെ ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആ ഒരു വിചാരമുണ്ടായിരിക്കണം. ഇന്നൊരു പുതിയ ദിവസം, ഇന്നൊരു നല്ല കാര്യം, ഇതുവരെ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം, ശുഭപര്യവസാനത്തിനുള്ള ആഗ്രഹം ആ ദിവസത്തെപ്പറ്റി ഉണ്ടായിരിക്കണം. ധൈര്യത്തോടും ഉത്സാഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ജീവിതയാത്ര തുടരുവാൻ നമ്മുടെ മതവും തത്വജ്ഞാനവും അറിവും ലോകപരിചയവും നമ്മെ സഹായിച്ചില്ലെങ്കിൽ അവ കൊണ്ടെല്ലാം എന്തു പ്രയോജനം? ഒന്നുകൂടി പറയാം. ധൈര്യത്തോടും ഉത്സാഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ജീവിതയാത്ര തുടരുവാൻ നമ്മുടെ മതവും തത്വജ്ഞാനവും അറിവും ലോകപരിചയവും നമ്മെ സഹായിച്ചില്ലെങ്കിൽ അവ കൊണ്ടെല്ലാം എന്ത് പ്രയോജനം? യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ ജ്ഞാനം, നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, നമുക്ക് കിട്ടിയ ലോകപരിചയം, നമ്മൾ നേടിയെടുത്ത തത്വജ്ഞാനങ്ങൾ, ഹദീസുകൾ, ആയത്തുകൾ, അത് ജീവിതത്തിലേക്ക് എടുത്തു വെക്കാൻ സാധിക്കാത്തവൻ അമ്പെ പരാജയപ്പെട്ടവനായി വിലയിരുത്തപ്പെടും. വിചാരിച്ച കാര്യങ്ങൾ നേടുവാനുള്ള ശക്തി എനിക്കുണ്ട്, ജയം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ ഭീരുവല്ല, എതിർപ്പിനെ ഭയന്നൊരിക്കലും പിന്മാറുകയില്ല, പ്രതിബന്ധങ്ങൾ എൻ്റെ നിശ്ചയത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുകയുള്ളൂ, പ്രതിബന്ധങ്ങളെ ഞാൻ നേരിടും എന്ന ഒരു ചിന്ത, ഒരു ധൈര്യം, ഒരു സ്ഥൈര്യം നമ്മുടെ ജീവിതത്തിൽ വേണം. എൻ്റെ ബന്ധുക്കൾ എന്നെ സഹായിക്കും, എൻ്റെ സ്നേഹിതന്മാർ എന്നെ ഉത്സാഹപ്പെടുത്തും, മറ്റൊരുത്തനെ നശിപ്പിക്കണം എന്ന വിചാരം എനിക്കില്ല. മറ്റുള്ള ആളുകളോടുള്ള ശത്രുത, കുനിഷ്ട്, കുന്നായ്മ, അസൂയ, അഹങ്കാരം ഒന്നും എനിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. എങ്ങനെയെങ്കിലും ഒരു ദ്രവ്യമാർജിക്കണം, അല്ലെങ്കിൽ പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു വസ്തു ലഭിക്കണം എന്നൊരു വിചാരം എനിക്കില്ലെന്ന് ഉറപ്പിക്കുക. ജീവിത യാത്രയിൽ മനുഷ്യരുടെയും മറ്റു ജീവികളുടെയും ഭാരത്തെയും താപത്തെയും കുറക്കാൻ ഞാൻ ഉപകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. മറ്റൊരുവൻ്റെ ബുദ്ധിമുട്ടിന് ആശ്വാസം നൽകുമ്പോൾ പരലോകത്ത് അള്ളാഹു നമുക്ക് ആശ്വാസം നൽകും. മറ്റൊരുവനെ
ഒരു ബുദ്ധിമുട്ട് നീക്കിക്കൊടുക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസവും ഖിയാമത്ത് നാളിൽ അള്ളാഹു മാറ്റിത്തരും എന്ന ഒരു വിശ്വാസം, എന്ന ഒരു അടിയുറച്ച ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ എനിക്ക് ആരുടെയെങ്കിലും അടുത്തു നിന്ന് സഹായം കിട്ടും, അള്ളാഹു എന്നെ ആരെ കൊണ്ടെങ്കിലും സഹായിക്കും എന്നൊരു വികാരത്തിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവരെ നിർലോഭം നിസ്വാർത്ഥം സഹായിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സഹായിക്കുന്നവർക്ക് ഉയരത്തിലെത്താനും ഉയരത്തിലെത്തി വിജയം വരിക്കാനും വിജയം വരിച്ചതിൻ്റെ ആഹ്ലാദം പങ്കുകൊള്ളാനും സാധിക്കും. അത്തരം ആളുകളിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.